डियर स्टूडेंट्स, आज हमें एक नया पाठ पढ़ना चाहिए। पाठ का नाम है अब कहाँ दूसरे के दुख से दुखी होने वाले। चैप्टर 7। इसका लेखक निदा फाजली। निदा फाजली उर्दू के महत्वपूर्ण कवि है। उनका जन्म 12 अक्टूबर 1938 को दिल्ली में हुआ था। उनका बचपन कुटिकालम एविടെയായിരുന്നു ग्वालियर में बीता। देखो पाठ का सारांश इस प्रकार है। अब कहाँ दूसरे के दुख से दुखी होने वाले नाम पाठ का विषय वस्तु स्वयं ही स्पष्ट है। लेखक प्रत्येक प्राणी के प्रति करुणाशील है। ഈ ലേഖകന് ഓരോ ജീവികളോടും ഭയങ്കര കരുണയായിരുന്നു. സുലൈമാൻ की करुणा നോക്കൂ. ബൈബിൾ के സോളമൻ को ഖുറാൻ में സുലൈമാൻ कहा गया है. ബൈബിളിൽ സോളമൻ എന്ന് പറയും, ഖുറാനിൽ സുലൈമാൻ എന്ന് പറയും. वे ईसा से 1025 वर्ष पहले एक करुणावान शासक थे. ക്രിസ്തു വർഷം 1025 വർഷങ്ങൾക്ക് മുൻപ് ഒരു കരുണാവാൻ, ഒരു ഭയങ്കര ദയുള്ള ഒരു ഭരണാധികാരിയായിരുന്നു സുലൈമാൻ. വേ പശുപക്ഷിയോം കി ഭാഷ ജാൻതേ തെ. അദ്ദേഹത്തിന് മൃഗങ്ങളുടെയും പക്ഷികളുടെയും എല്ലാം ഭാഷ മനസ്സിലാക്കാൻ പറ്റും. തഥാ ഉൻകാ ധ്യാൻ രഖ്തേ തെ. അതൊക്കെ വളരെയധികം നന്നായിട്ട് ശ്രദ്ധിച്ചിരുന്നു. ഏക് ബാർ വേ അപനെ ലഷ്കർ കെ സാത്ത് കഹി ജാ രഹേ തെ. ഒരു ദിവസം തൻ്റെ സൈന്യങ്ങളുടെ കൂടെ രാജാവ് ഇങ്ങനെ പോവുമായിരുന്നു. ഉൻകെ ഗോഡോം കി ടാപ്പോൻ കോ സുൻകർ രാസ്തേ മേ രഹ്നെ വാലി ചിണ്ടിയോൻ ഡർ ഗയി. ഈ ഗോഡ ഹോഴ്സിൻ്റെയൊക്കെ ടാപ്പോൺ കുളമ്പടി ശബ്ദങ്ങൾ കേട്ടിട്ട് വഴിയിലുള്ള ഉറുമ്പുകളെല്ലാം പേടിച്ചു. തബ് സുലൈമാനെ ഉനെ ധൈര്യ ദേക്കർ കഹ. അവരോട് ധൈര്യത്തോടു കൂടി ഇരിക്കാൻ പറഞ്ഞു. ഗബരാവോ നെഹി, പരിഭ്രമിക്കരുത്. സുലൈമാൻ എല്ലാവരെയും സംരക്ഷിക്കും. മേ സബ്കെ ലിയെ മൊഹബത്ത്, എല്ലാവരെയോടും സ്നേഹം, പ്യാർ കർത്തി ഹും. ചിണ്ടിയോനെ ഭഗവാൻ സേ ഉൻകി ഭലായി കെ ലിയെ ദുആ കി. ഉറുമ്പുകൾ ഭഗവാനോട് അപേക്ഷിച്ചു നല്ലത് വരുത്തണേന്ന്. ഇനി മഹാകവി അയാസ് കെ പിതാ തഥാ നൂഹ് കാ പ്രസംഗ്. മഹാകവിയായ അയാസ് ഉണ്ട്. അവരുടെ അയാസിനെ അപ്പനെ ആത്മകഥാമേ ഏക്ക് പ്രസംഗലിക, ആത്മകഥയിൽ എഴുതി. മഹാകവിയായ അയാസ് എന്താ എഴുതിയത് നോക്കുക. ഏക് ബാർ ഉൻകെ പിത. ഒരു ദിവസം അവരുടെ അച്ഛൻ കുയേസെ നഹാക്കർ ലൗട്ടെ, കിണറിൻ്റെ അടുത്ത് നിന്നിട്ട് കുളിച്ചൊക്കെ മടങ്ങിയതാണ് വീട്ടിലേക്ക്. എനിക്ക് മാമിനെ ഉന്നെ ഭോജൻ പരോസ. അദ്ദേഹത്തിൻ്റെ അമ്മ ഭക്ഷണങ്ങളെല്ലാം വിളമ്പി കൊടുത്തു. തബി ഉൻകി നസർ അപ്പനി ബാജു പർ രേങ്കത്തെ ഹുയെ ഏക്ക് കാലേ ചോട്ടെ പർപ്പടി. അപ്പോഴാണ് വീട്ടിലെത്തിപ്പാൻ നോക്കുന്നത്, തൻ്റെ കയ്യിലൂടെ ഒരു ചെറിയ ഒരു പ്രാണി ഇങ്ങനെ ഇഴയുന്നുണ്ടെന്ന്, ഒരു ജീവി ഇഴയുന്നത് കണ്ടത്. വേ ഉസേ കുയെ കെ പാസ് ചോടിനെ കെലിയെ ഉടുക്കടേ ഹുയെ. അദ്ദേഹത്തിന് ഭയങ്കര വിഷമായി. ഇത് അതിൻ്റെ വീട്ടിൽ നിന്ന് തെറ്റി വന്നതല്ലേ, അപ്പോൾ അതിനെ അവിടെ തന്നെ കൊണ്ടുപോയി ഇടണമെന്ന് അദ്ദേഹത്തിന് തോന്നി. വേ ചോട്ടെ കോ ഗർ സേ ബേഗർ ഹോത്താ ഹുവാ നഹി ദേഖ് സക്ത. അതിൻ്റെ വീട്ടിൽ നിന്ന് വിട്ടു പോകുന്നതുകൊണ്ട് ഇയാൾക്ക് അത് സഹിക്കാൻ പറ്റിയില്ല. അങ്ങനെ അയാളതിനെ അവിടെ കൊണ്ടുപോയി ഇടുന്നതാണ്. बाइबल और अन्य पवित्र ग्रंथों में नूह नामक एक पैगंबर का वर्णन आता है. ബൈബിളിലും അന്യ പവിത്ര ഗ്രന്ഥങ്ങളിലെല്ലാം നൂഹ്, അതായത് ഏക്ക് പൈഗംബർ, ദൈവദൂതനെ പറ്റിയിട്ട് ഇങ്ങനെ വർണ്ണിച്ചിട്ടുണ്ട്. ഏക്ക് ബാർ നൂഹ് കെ സാമനെ ഏക്ക് ഗായൽ കുത്ത ഗുജാര. ഒരു ദിവസം ഈ നൂഹ്, അതായത് ദൈവദൂതൻ്റെ മുന്നിൽ കൂടെ ഒരു മുറിവേറ്റ നായ ഇങ്ങനെ കടന്നുപോയി. നൂഹിനെ ഉസേ ഗാലീദി. നൂഹ് ആ നായയെ ചീത്ത വിളിച്ചു. ദുത്കാര, ചീത്ത ശകാരങ്ങളും. തബ് കുത്തേനെ ഉസേ ജവാബ് ദിയ. അപ്പം ആ നായ ആൻസർ പറഞ്ഞു. ഇന്ന മേ അപ്പനി മർജി സേ കുത്താഹും. ഞാൻ എൻ്റെ ഇഷ്ടത്തോട് കൂടിയിട്ട് നായ ആയതല്ല. ന തും അപ്പനി മർജി സേ ഇൻസാൻ ഹോ. നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടത്തോടുകൂടി മനുഷ്യനായതും അല്ല. സബ്കോ ബനാനെ വാലാത്തോ വഹി ഏക് ഹെ. എല്ലാവരുടെയും സൃഷ്ടിച്ചത് ഒരാളാണ്. യ ബാത് സുൻകർ നൂഹ് ജീവൻ ഭർ പച്താവേ. നായ പറഞ്ഞ ഇത് കേട്ടിട്ട് ആ നൂഹ് ആകെ പാശ്ചാത്തപിച്ചു. വേരോ തേരഹെ, കരഞ്ഞു. മഹാഭാരത് മേ ബി യുധിഷ്ഠിർ കാ സാത്ത് ഏക്ക് കുത്തേനെ ദിയാത്ത. മഹാഭാരത യുദ്ധത്തിലും യുധിഷ്ഠിരൻ്റെ കൂടെ ഒരു നായേനെ പറ്റിയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇനി സംസാർ സബ്കാ സാഞ്ച. ഈ ധർത്തി സബ്കി ഹെ. ഈ ഭൂമി എല്ലാവർക്കും ഉള്ളതാണ്. इसमें പക്ഷി, മാനവ്, പശു, നദി, പർവ്വത്, സമുദ്ര സബ്കാ ബരാബർ ഹിസ്സാ ഹെ. പക്ഷികൾക്കും മനുഷ്യർക്കും മൃഗങ്ങൾക്കും
പിന്നെ പ്രകൃതിയിലുള്ള നദികൾ, പർവ്വതങ്ങൾ, സമുദ്രം എല്ലാവർക്കും ബരാബർ തുല്യമായ അധികാരമാണ് ഉള്ളത്. ആജ് മാനവിനെ അപ്പനെ ബുദ്ധി സെ ബഡി ബഡി ദീവാരം ഖടി കർണ ശുരു കർദി ഹെ എന്ന് മനുഷ്യർ തൻ്റെ ബുദ്ധി ഉപയോഗിച്ച് വലിയ വലിയ ബിൽഡിങ്ങുകളൊക്കെ ഉണ്ടാക്കാൻ ആരംഭിച്ചു. പഹലെ സബ് ലോക് സാഞ്ച് ആംഗനോ മേരത്തെ ആദ്യം എല്ലാം പിന്നെ കൂട്ടുകുടുംബം ഒക്കെ ആകുമ്പോൾ മുറ്റങ്ങളിലൊക്കെ വൈകുന്നേരം അങ്ങനെ ചിലവഴിക്കും. അബ് ഇന്നോ ചോട്ടെ ചോട്ടെ ഡിബോൻ ജയ്സെ ഘറോ മേ രഹനെ ലഗെ. ഇന്നെല്ലാവരും വേഗത്തിൽ ചെറിയ കുഞ്ഞു ഫാമിലി ആയിട്ട് ചെറിയ ചെറിയ വീടുകളുണ്ടാക്കി മാറി താമസിക്കാൻ നിൽക്കുകയാണ്. ബഡ്ത്തി ആബാദീനെ സമുദ്രക്കോ ബി പീച്ചെ സർക്കാന ശുരു ഖർദിയ. ബഡ്ത്തിയ ആബാദി, വർദ്ധിച്ചു വരുന്ന ജനസംഖ്യ സമുദ്രത്തെ ഒക്കെ നിരപ്പാക്കാൻ തുടങ്ങി. സമുദ്രത്തിനെയും കൂടെ പുഴകൾ, നദികളെല്ലാം മണ്ണുകളൊക്കെ ഇട്ട് നിരപ്പാക്കി ബിൽഡിംഗ് ഉണ്ടാക്കുകയാണ്. പേട് കാട്ടിനിലേക്ക് മരങ്ങൾ മുറിക്കാൻ തുടങ്ങി. പ്രദൂഷണനെ പഞ്ചിയോങ്കോ ബഗാന ശുരു കർദിയാഹെ. പക്ഷികളെല്ലാം ഓടിപ്പോവാൻ തുടങ്ങി മരങ്ങളൊക്കെ വെട്ടുന്നതുകൊണ്ട്. അങ്ങനെ ഗർമി, ചൂട്, ഭയങ്കര ചൂട്, ബർസാത്ത്, മഴ, ബാഡ്, വെള്ളപ്പൊക്കം, ആന്തി, തൂഫാൻ, കൊടുങ്കാറ്റുകൾ, നയേ രോഗ്, പുതിയ രോഗങ്ങൾ, ഇസി സന്തുലൻ കോ ടൂട്ട്നെ സെ പൈത. ഇങ്ങനെ ഈ പ്രകൃതിയുടെ സന്തുലിതാവസ്ഥ മോശമായതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ഉണ്ടാവുന്നത്. പ്രകൃതിക്ക് സഹനശീലതാക്കിയൊക്കെ സീമാ ഹോത്തി ഹെ. പ്രകൃതിക്കും എല്ലാം സഹിക്കാനൊരു അതിർത്തിയുണ്ട്. പ്രകൃതിക്ക് ഗുസ്സേക്ക ഏക് നമൂന കുച്ച് സാൽ പഹലെ മുംബൈ മേ ആയേ സമുദ്രി തൂഫാൻ സെ മിലാത്ത. പ്രകൃതിക്കെല്ലാം ദേഷ്യം പിടിച്ചു. തന്നെ ഞങ്ങളെയൊക്കെ നിരപ്പാക്കിയിട്ട് ഇവിടെ ബിൽഡിംഗ് ഉണ്ടാക്കല്ലേ. അപ്പോൾ എന്ത് ചെയ്തു, ഒരു ഭയങ്കര സമുദ്രത്തിന് ദേഷ്യം പിടിച്ചിട്ട് ചെയ്തതാണ്. കൊടുങ്കാറ്റ് പോലെ വന്നു. അങ്ങനെ നോക്കുക, സമുദ്രി തൂഫാൻ, സമുദ്രത്തിൽ കൊടുങ്കാറ്റ് വന്ന പോലെ. കൈ സാലോം സെ ബഡേ ബഡേ ബിൽഡർ സമുദ്രക്കോ ദഖേൽന ഉസ്കി ജമീൻ ഹത്തിയാരെ ഹേത്തെ. കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഓരോ ബിൽഡിംഗ് ഉണ്ടാക്കുന്നവർ പിന്നെ സമുദ്രം കൈയടക്കി ആ സ്ഥലങ്ങളൊക്കെ ഇതാക്കി ബിൽഡിംഗ് ഉണ്ടാക്കുകയാണ്. പഹലെ സമുദ്രനെ അങ്ങനെ ഈ സമുദ്രങ്ങൾക്ക് ടാങ്കയെ സമയത്ത് ഈ തിരമാലകളൊക്കെ അടിച്ചു കയറാൻ സ്ഥലമില്ലാതെയായി. അവസാനം ഈ സമുദ്രത്തിന് ദേഷ്യം പിടിച്ചു. സമുദ്രം എന്ത് ചെയ്തു, गुस्सा आ गया और एक रात ഒരു രാത്രി उसने अपनी लहरों पर दौड़ते 3 जहाज़ों को गेंद की तरह अलग अलग दिशाओं में फेंक दिया. എന്ത് ചെയ്തു, തൻ്റെ തിരമാലകളെ കൊണ്ട് കടലിലൂടെ സമുദ്രത്തിലൂടെ പോകുന്ന 3 കപ്പലുകളെ ഒരു പന്തിനെ എറിയുന്ന പോലെ എടുത്തെറിഞ്ഞു തിരമാലകൾ. അങ്ങനെ ഒന്ന് ഏക്ക് വർലിക്ക് സമുദ്രക്കെ കിനാരെ ജാഗിര. ഒന്ന് എവിടെ പോയി വീണു, വർലി എന്നുള്ള സമുദ്ര തീരത്ത് പോയി വീണു. ദൂസര, രണ്ടാമത്തത് കാർട്ടർ റോഡ് കെ സാമനെ. കാർട്ടർ റോഡ് എന്ന് പറഞ്ഞാൽ അവിടെ പോയി വീണു. മൂന്നാമത്തതോ തീസരെ ഗേറ്റ് വേ ഓഫ് ഇന്ത്യ. ഗേറ്റ് വേ ഓഫ് ഇന്ത്യ നല്ല അവിടെ പർ ടൂട്ട് കർ ഗിര, അവിടെ പൊട്ടി വീണു. ഉസ്മേ സവാർ സൈലാനി ചലനെ ഫിർനെ കെ ബി കാബിൽ നരഹി. അവിടെ അതിൽ യാത്ര ചെയ്തിരുന്ന ആൾക്കാർക്ക് ചലിക്കാൻ പോലും പറ്റാതായി തീർന്നു. അങ്ങനെയാണ് പ്രകൃതിയോട് കളിച്ചപ്പോഴുള്ള ഒരു ഇത്. പ്രകൃതി അതിന് തക്ക മറുപടി കൊടുത്തത്. ഇങ്ങനെയാണ് കേട്ടോ. അടുത്തത് മാം കാ ജീവപ്രേം. അമ്മയ്ക്ക്, ലേഖകൻ്റെ അമ്മയ്ക്ക് ഭയങ്കര ജീവികളോടൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ലേഖകി മാ ഹമേശ ലേഖക്കോ കഹാ കർത്തി തീ. ലേഖകനോട് എപ്പോഴും പറഞ്ഞു കൊടുക്കും, സൂരജ് ഡലെ പേഡ് സേ പത്തേ നത്തോട ഖരോ. സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞാൽ മരത്തിൽ നിന്ന് ഇലകളൊന്നും പൊട്ടിക്കരുത്. ദിയാ ബത്തി കെ സമയ ഫൂൽ നത്തോട ഖരോ. വിളക്ക് കത്തിച്ചു കഴിഞ്ഞാൽ പൂവുകളൊന്നും പറിക്കാൻ പാടില്ല. ദരിയാക്കോ സലാം കിയാക്കരോ. നദികൾക്ക് സലാം കൊടുക്കണം, വന്ദിക്കണം. കബൂത്തറോങ്കോ മത്ത് സത്തായ കരോ. പ്രാവുകളെ ഉപദ്രവിക്കരുത്. ബേ ഹസരത്ത് മുഹമ്മദ് കോ അസീസ് ഹെ. നബിയുടെ പ്രിയപ്പെട്ട പക്ഷികളാണ്. ഉനോനെ മസാർ കെ ഗുബന്ത് കെ നീജെ ഗോൺസിലെ ബനാനേക്ക് ഇജാസത്ത് ദേ. അദ്ദേഹം ആ ശവകുടീരം ഉണ്ട് ഗുബന്ത്, ആ ഗോപുരത്തിൻ്റെ മുകളിൽ ഒരു എന്താണ് ഗോൺസില കൂടൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി അനുമതി കൊടുത്തതാണ് ഒരു ഹസരത്ത് മുഹമ്മദ്. പിന്നെ അത് അത്രയും അനുമതിയൊക്കെ കൊടുത്തിട്ടുണ്ട്. മുർഗിക്കോ സബ്കോ ഇടാ ജഗാത്ത ഹെ. കോഴിയാണെങ്കിൽ നമ്മളെ ഇങ്ങനെ ഉണർത്തുന്നതാണ്. അപ്പോൾ ഉസേ പരേഷാൻ കിയ. അതിന് എന്ത് ചെയ്യരുത്, പരേഷാൻ എന്ന് പറഞ്ഞാൽ അതിനെ വിഷമിപ്പിക്കരുത് എന്ന് പറഞ്ഞു. ജിൻ ദിനോ ലേഖക് ഗ്വാളിയർ മേരെ താത്ത. അങ്ങനെ ലേഖകൻ ഗ്വാളിയർ എന്നുള്ള സ്ഥലത്തായിരുന്നു താമസിച്ചത്. ഉൻകെ മക്കാൻമേ ദോ രോഷൻദാർത്തെ. അവിടെ വെന്റിലേഷൻ ഉണ്ട് 2.
ഉന്മേ ഏക്ക് കബൂത്തർ കെ ജോഡേനെ അപ്പന ഗോൺസലാബനെ അതിൻ്റെ അവിടെ കബൂത്തർ പ്രാവുകൾ കൂട് കെട്ടി ഏക്ക് ബാർ ഏക്ക് ബില്ലിനെ കബൂത്തർ കേതോ അണ്ടോം സേ കണ്ട ഫോഡ് ദിയ. അപ്പോൾ ബില്ലി വന്നിട്ട് ആ കബൂത്തറിൻ്റെ 2 എഗ്ഗ് ഉണ്ടായിരുന്നു, അതിലൊന്ന് പൊട്ടിച്ചു. ലേഖയ്ക്ക് മാമിനെ ദൂസരെ അണ്ടേക്കോ ബച്ചാനേക്ക് കോശിഷ്ക്ക്. ലേഖകൻ്റെ അമ്മ മറ്റേ എഗ്ഗ് എടുത്തിട്ട് സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര ട്രൈ ചെയ്തു. പരന്തോ വാസ്കെ ഹാത്തോം സേ ടൂട്ട് കർ ഗിർ ഗയ. കയ്യിൽ നിന്ന് വീണ് പൊട്ടിപ്പോയി. കബൂത്തർ പരേശാനിമേ ഫട്ഫടാനെ ലഗി. പ്രാവ് ഇങ്ങോട്ട് വന്ന് വിഷമത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ പറന്ന് കളിക്കാൻ തുടങ്ങി, വിഷമിച്ചിട്ട് മുട്ട എഗ്ഗ് കാണാണ്ടിയായപ്പം. ഉൻകി ആങ്കോം കെ ദൂക്കോ ദേക്ക് കർ ലേഖക്കി മാം രോപടി. ആ പ്രാവിൻ്റെ വിഷമം കണ്ടപ്പോൾ ലേഖകൻ്റെ അമ്മ കരഞ്ഞു. ഉനോനെ പുരേദിൻ രോസാരക്ക. അവർ ഒരു ദിവസം മുഴുവൻ പുര രോസ എന്ന് പറഞ്ഞാൽ ഉപവാസം, വെള്ളമൊന്നും കുടിക്കാതെ ഉപവാസം എടുത്തു. ഉനോനെ രോത്തെ കുദാസെ മാഫ് കർണേക്ക് പ്രാർത്ഥനാക്കി. ദൈവത്തിനോട് തെറ്റിന് മാപ്പ് അപേക്ഷിച്ചു. ആജിക സംവേദനഹീൻ ജീവൻ. നോക്കൂ, ഗ്വാളിയർ സേ മുംബൈ രഹിനേക്ക് അനന്തർ ബഹുത്ത് കുച്ച് ബദൽ ചുക. അങ്ങനെ ഗ്വാളിയർ നിന്നിട്ട് മുംബൈയിലേക്ക് പോയപ്പോഴേക്കും ഭയങ്കര വ്യത്യാസങ്ങളുണ്ടായി. ലേഖക ഘർ വാർസ മേഹെ. ലേഖകൻ്റെ വീട് വാർസ പറഞ്ഞ സ്ഥലത്താണ്. കബി യഹാം ദൂർ തക്ക് ജംഗിൾത്തെ. അവിടെ ദൂരെ എത്രയോ ദൂരം വരെ ഫോറസ്റ്റായിരുന്നു. പേടുത്തെ മരങ്ങളുണ്ട്, പക്ഷികളുണ്ട്, അന്യജാൻവർത്തെ ആനിമൽസൊക്കെ ഉണ്ട്. പരന്തു അബ് യഹാം സമുദ്രക്കെ കിനാരെ ലംബി ചൗടി ബസ്തി ബൻഗയി ഹെ. അവിടെയും സമുദ്രത്തിൻ്റെ തീരത്തെല്ലാം നീളവും വീതിയും ഒക്കെ ഉള്ള ബസ്തികൾ, കോളനികളൊക്കെ ഉണ്ടാക്കി. കിത്തനേഹി പരീന്താക്കെ ഗർ ചീൻ ഗയെ. പക്ഷികളുടെ കൂടുകളെല്ലാം തട്ടി എടുത്തു. കൊച്ചി ഷഹർ ചോടുകാർ കഹി ചലേ ഗയെ. ടൗണുകളെല്ലാം വിട്ടിട്ട് എവിടേക്കോ പോയി. കൊച്ചിനെ യഹാം വഹാൻ ഡേര. കുറച്ച് പക്ഷികൾ അവിടെ ഇവിടെയുമായിട്ട് തങ്ങി നിന്നു. ദോ കബൂത്തറോനെ ലേഖക്കെ ഫ്ലാറ്റ് കെ ഏക മച്ചാൻ മേ അപ്പന ഗോൺസല ബനാദിയ. ലേഖകൻ്റെ ഫ്ലാറ്റിൽ 2 പ്രാവുകൾ കൂടുകളുണ്ടാക്കി. ഉൻകെ ബച്ച അബി ചോട്ടെ ഹെ. അവൻ്റെ ചെറിയ കുട്ടികളുമുണ്ട്. बड़े कबूतर दिन भर उन्हें खिलाने पिलाने का प्रबंध करते रहे. വലിയ പ്രാവുകൾ ഇവർക്ക് തീറ്റ കൊണ്ടുവരാൻ പോകും. ബേ ദിൻ ഭർ ഉസെ അപ്പന ഘർ സമജ് കർ ആത്തെ ജാത്തെ ഹെ. ഇവർ തങ്ങളുടെ വീടാണ് ഇതെന്ന് വിചാരിച്ചാണ് അങ്ങോട്ടും ഇങ്ങോട്ടും പറന്ന് പുറത്തേക്ക് പോവുക, അകത്തേക്ക് വരിക, അങ്ങനെയൊക്കെ ചെയ്യുന്നത്. ഉനക്കെ കാരൻ ലേഖക്കെ ഘർമേ പരേശാനി ഹോത്തി. ലേഖകനും ഇതൊരു ബുദ്ധിമുട്ടായി, അവരെ റൂമിലേക്കൊക്കെ ഇങ്ങനെ വരുന്നുണ്ട്. കബീബേ കോയി ചീസ് ഗിറാക്കർ തോട് ദേത്തെ ഹെ. ലേഖകൻ്റെ വീട്ടിലുള്ള സാധനങ്ങളെല്ലാം തട്ടിമറിക്കൊക്കെ ചെയ്യും. കബി പുസ്തകാലയം മേരക്ക് കിതാബോം കോ ചേടിനെ ലഗ്തേ ഹെ. പുസ്തകാലയ ലൈബ്രറിയിൽ വെച്ചിട്ടുള്ള ബുക്കുകളൊക്കെ ഇങ്ങനെ കീറി പറിക്കും. ഇസ്സേ തങ്ക് ആക്കർ ലേഖക്ക് പത്നീനെ ഉൻകെ ആഷിയാനെ കെ പാസ് ഏക്ക് ജാലി ലഗാതി. ഈ ഉപദ്രവം സഹിക്കാൻ പറ്റാനായിട്ട് ലേഖകൻ്റെ പത്നി അവിടെ ഒരു പക്ഷിക്കൂടൊക്കെ ഉണ്ടാക്കി കൊടുത്തു. എനിക്ക് ബച്ചോം കോബി ദൂസരി ജഗകര. അതിൻ്റെ കുട്ടികളെ വേറെയാക്കിയിട്ട് ഒരു കൂടുണ്ടാക്കി. ഖിടക്കിക്കോ ബന്ദ് കർദിയ. എന്നിട്ട് ഇവർ ജനൽ അങ്ങോട്ട് അടയ്ക്കുക ചെയ്യുക. അബ് ബേ ദോനോ കബൂത്തർ രാത്ത് ബർ ഖാമോശ് ഔർ ഉദാസ് ബൈഠേ രഹേ. ഇപ്പോൾ ആ പക്ഷികൾ പിന്നെ രാത്രിയിൽ അപ്പോൾ വാതിലടച്ചപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും വരുമ്പോൾ ഒന്നുമില്ല, ഇവർ മാത്രമായി ദുഃഖിച്ചിരിക്കുകയാണ്. മഗർ അബ് ഇന്ന സോളമൻ ഹെ. ഇന്ന് ഇവരുടെ ആ ദുഃഖം കാണാൻ സോളമനും ഇല്ല, എന്ന ലേഖക്കി മാം ജോ എനിക്ക് ദുഃഖക്കോ സമജ്. ഈ പക്ഷികളുടെ ദുഃഖങ്ങൾ കാണാൻ അവരാരും ഇല്ല. അവരൊക്കെ ഭയങ്കര കരുണയുള്ള മനുഷ്യരായിരുന്നു. ഓക്കേ.